അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നൊരു വാൾ ഡെക്കോർ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു 5 സെൻറ്റിമീറ്റർ വീതിയിലും 5 സെൻറ്റിമീറ്റർ നീളത്തിലുമായിട്ട് നമുക്ക് കുറച്ച് സമചതുരങ്ങൾ വരച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ കുറേ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് തന്നെ പേപ്പറൊക്കെ മടക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുക്കാം. അത് കോണൊക്കെ മടക്കി പെൻസിൽ വെച്ചിട്ട് ഒരു റാ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. നല്ലപോലെ റാ ഷേപ്പിൽ വെട്ടി ഒന്ന് ഷേപ്പൊക്കെ ചെയ്തതിന് ശേഷം നമുക്കത് ഒരു ഫ്ലവറായിട്ട് കിട്ടും. അതിൻ്റെ ഒരു പെറ്റൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അടുത്ത പെറ്റലിൽ ഒരു പകുതി ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ആ കത്രികയുടെ തുമ്പ് വെച്ച് തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗമ്മ് തേച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഞാൻ ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ തെർമോക്കോൾ ബോൾസ്, അതിലുള്ള വൈറ്റ് തെർമോക്കോളെല്ലാം ഞാൻ എടുത്തിട്ട് അതിങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതേപോലെ ഫെവി ബോണ്ട് എടുത്തിട്ടായിരുന്നു ആദ്യം തെർമോക്കോൾ ഒട്ടിച്ചേക്കാം. അപ്പോഴത്തേക്കും തെർമോക്കോളും ഫെവി ബോണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് തെർമോക്കോൾ ഫുൾ ഉരുകി പോയി. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫെവിക്കോൾ എടുത്തിട്ട് ഫെവിക്കോൾ വെച്ചാണ് ബാക്കിയുള്ള തെർമോക്കോൾ ബോൾസ് ഫ്ലവേഴ്സിലേക്ക് ടച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഞാനാണെങ്കിൽ ഇതേ പാറ്റേണിൽ തന്നെ അത്യാവശ്യം വലിയൊരു ബ്ലാക്ക് ഫ്ലവറും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ബ്ലാക്ക് ആയിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ അതിനോട് സംതൃപ്തി കിട്ടിയില്ല. അതൊക്കെ ഞാൻ നേരെ പോയി എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്തു വെച്ചു. അതിൽ നിന്ന് സ്കെയിലും പെൻസിലും കോമ്പസും പ്രൊട്ടക്ടറും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് വരയൊക്കെ വരച്ചിട്ട് അപ്പം നേരെ കോമ്പസ് എടുത്തിട്ട് ഞാൻ താണ്ടെ ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തു ഗൈസ്. എന്നിട്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചു ഗൈസ്. എന്തായാലും 10ാം ക്ലാസ്സിൽ നിർത്തിയ പരിപാടിയാണ് ഈ കണക്ക് പെട്ടിയിലുള്ള പരിപാടി. എന്നാലും ഞാൻ കുഴപ്പമില്ല, എവിടേക്കോ വഴങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കൊച്ചു ചൂലൊക്കെ വെച്ചിട്ട് ഞാൻ ബ്രഷ് അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടു. അതുപോലെ ഇതിപ്പോൾ ഒരു പഴയ ബുക്കിൽ നിന്ന് ഇതേപോലെ കുറച്ച് പേപ്പർ എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചുരുട്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കുകളാക്കി എടുത്തു. എന്നിട്ടൊക്കെ തേച്ച് സ്റ്റിക്കുകളാക്കി എടുത്തു. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് ബ്ലാക്ക് സ്റ്റിക്കുകൾ ഉണ്ടാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ വീണ്ടും മാറ്റി വെച്ച് നമ്മുടെ പ്രൊട്ടക്ടർ അവനെ നമ്മളെടുത്തിട്ട് ഇതേപോലെ ആ കർവിൻ്റെ മധ്യത്തിൽ വെച്ചിട്ട് 90 ഡിഗ്രി ഒക്കെ അടയാളപ്പെടുത്തി പിന്നെ ഒരു 30 ഡിഗ്രി 60 ഡിഗ്രി അങ്ങനെയൊക്കെ 30 ഡിഫറൻസ് വരുന്ന രീതിക്ക് കുറച്ച് കോണുകളൊക്കെ എനിക്കങ്ങനെ മലയാളം മീഡിയമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കോണുകളൊക്കെ ഞാൻ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് പെൻസിലെടുത്ത് സ്കെയിൽ വെച്ചിട്ട് ഞാൻ അത് അളന്ന് കറക്റ്റ് മധ്യബിന്ദുവിലേക്ക് ഞാൻ ആ വരകളെ കൂട്ടി യോജിപ്പിച്ചു. ഒരു ബിന്ദുവിൽ നിന്നും അടുത്ത ബിന്ദുവിലേക്ക് വരച്ച് ഞാൻ ഇതിനെ നേർരേഖയിലൂടെ ബന്ധിപ്പിച്ചു ഗൈസ്. അങ്ങനെ വരയും കുറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ സ്റ്റിക്കുകളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഷേപ്പൊക്കെ ആക്കിയതിന് ശേഷം ഇതേപോലെ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. പക്ഷേ എന്നാലും ഫെവി ബോണ്ട് വെച്ച് ഒട്ടാൻ കുറച്ച് താമസമുണ്ട് ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ്ബോർഡിൻ്റെ മണ്ടയിൽ എന്തോ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു, അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല. എന്നാലും ഒരു 5-10 സെക്കൻഡ് ഇതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ അത് നല്ലപോലെ കിട്ടും. പക്ഷേ പിന്നെ ഇളകി വരുമല്ലോ ഗൈസ്, അത് ഭയങ്കര സ്ട്രോങ് ആണ്. അതിനുശേഷം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇത്. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള വലിയ ഫ്ലവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഫ്ലവർ ഇതിൻ്റെ മധ്യത്തിൽ കേന്ദ്ര ബിന്ദുവിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തു ഗൈസ്. ഫെവി ബോണ്ടാണ് ഒട്ടാൻ കുറച്ച് പാടുപെടും, എന്നാലും പാടുപെടുമെന്നല്ല, ഒരു 2-3 സെക്കൻഡ് അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഫെവി ബോണ്ട് ഒട്ടി വരുത്തുള്ളൂ ഗൈസ്. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന ബ്ലാക്ക് ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഇതിൻ്റെ വട്ടം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു ഗൈസ്. എൻ്റെ പൂരിന്ന് കറങ്ങി കണ്ടു ഗൈസ്. അതിനുശേഷം എൻ്റെ കയ്യിലുള്ള വൈറ്റ് ഫ്ലവേഴ്സ് ബ്ലാക്ക് സ്റ്റിക്കിൻ്റെ മണ്ടയിലും വൈറ്റ് സ്റ്റിക്കിൻ്റെ മണ്ടയിൽ ബ്ലാക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുത്തു ഗൈസ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഓക്കെ, എന്തായാലും നമ്മൾ ഫ്ലവറെല്ലാം ഒട്ടിച്ചെടുത്തു ഗൈസ്. അപ്പോൾ ഫ്ലവറെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ എൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ വൈറ്റ് തെർമോക്കോൾ അതിനെ ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വൈറ്റ് സ്റ്റിക്കിൽ ബ്ലാക്ക് സ്റ്റിക്കിൽ വൈറ്റ് തെർമോക്കോളും
ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ വീണ്ടും ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ആ അങ്ങനെ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പം എനിക്ക് എന്താണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് കിട്ടിയത് തന്നെ ഇങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ പിന്നിയിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഒരു സൈഡ് മീൻസ് ഇങ്ങനെ എന്താണ് താഴെ ഭാഗത്തിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതങ്ങോട്ട് എനിക്ക് ആക്റ്റായിട്ട് വന്നില്ല. എന്നാലും ഞാൻ എൻ്റെ മധ്യത്തിലാണ് ഒട്ടിച്ച് കൊടുത്തു. പ്ലീസ് ഇങ്ങനെ ചരിച്ചാണ് ഞാൻ വെച്ചതെന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.